നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി സാലറി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും അതിലൂടെ ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് നമ്മൾ മുന്നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. വീഡിയോയിലോട്ട് പോകാം. T30-20 റൂൾ. ഈ റൂൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മന്ത്ലി സാലറി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ റൂൾ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 50%, അതായത് നിങ്ങളുടെ മന്ത്ലി സാലറിയുടെ 50% നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടി മാറ്റി വെക്കുക. ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറഞ്ഞാൽ റെന്റ് പേ ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാറ്റി വെക്കുന്നത്, ജോലി സ്ഥലത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെലവുകൾ വരുന്നത് ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഫുഡ് കഴിക്കുന്നത് നോർമൽ ഫുഡാണ്, കൂടിയ ഫുഡല്ല, നോർമൽ ഫുഡ് കഴിക്കുന്നത്, പിന്നെ നോർമൽ ഒരു ഡ്രസ്സ് വാങ്ങുന്നത്, അങ്ങനെയുള്ള ചെലവുകൾക്കെല്ലാം വേണ്ടി നമ്മുടെ സാലറിയുടെ ഒരു 50% മാറ്റിവെക്കാം. പിന്നീട് നമുക്കൊരു 30% നമ്മുടെ മന്ത്ലി സാലറിയുടെ 30% നമ്മുടെ വാണ്ട്സ് ആൻഡ് വിഷസിലോട്ട് മാറ്റിവെക്കാൻ പറ്റുന്നതാണ്. മനുഷ്യനാണ്, ആഗ്രഹങ്ങൾ എന്തായാലും കാണും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫണ്ട് മാറ്റിവെക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്റർടൈൻമെന്റ് കൂടിയ നമുക്ക് ആഗ്രഹമുള്ള ഇപ്പൊ ഐഫോൺ വാങ്ങുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കൂടിയ ഫോൺ വാങ്ങുന്നോ, കൂടിയ ലാപ്ടോപ്പ് വാങ്ങുന്നോ, അല്ലെ കാറ് വാങ്ങുന്നു, കൂടിയൊരു കാർ വാങ്ങുന്നു, അല്ലെങ്കിൽ അതായത് നമ്മുടെ വാണ്ട്സ് ആൻഡ് വിഷസിന് വേണ്ടി ഈ ഒരു 30% മാറ്റിവെക്കാം. പിന്നീട് നമുക്കൊരു 20% നമ്മുടെ മന്ത്ലി സാലറിയുടെ 20% നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കടം ഇല്ലാത്തവരാണെങ്കിൽ ആ ഒരു 20% ഇൻവെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു 20% സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഗോൾഡിലോ എവിടെയാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫണ്ട് നമ്മളിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലും ബോണ്ട് മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല, ഇൻഷുറൻസിനൊക്കെ വേണ്ടി മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. ഇൻഷുറൻസ്, എമർജൻസി ഫണ്ട്, ഇതിനെല്ലാം ഈ ഒരു ഫണ്ട് മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെ നമുക്ക് ഒരു 50,000 rupees സാലറി ഉള്ള ഒരു വ്യക്തിയുടെ എക്സാമ്പിൾ എടുത്ത് പറയാം. 50,000 rupees സാലറി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ 50%, അതായത് 25,000 rupees നമ്മുടെ നീഡ്സിന് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ ബാക്കി ഒരു 30%, അതായത് 15,000 rupees നമ്മുടെ വാണ്ട്സ് ആൻഡ് വിഷസിന് വേണ്ടി മാറ്റി വെക്കുക. പിന്നീട് 10,000 rupees, അതായത് 20% ഡെപ്റ്റ് പേ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ മന്ത്ലി സാലറി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിലൂടെ ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു 20% എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും നമ്മുടെ വൈ ഡിഗ്രിയിൽ പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.